നമ്മുടെ രാജ്യത്ത് കുറേയധികം നാളുകളായി ബാങ്ക് കൊള്ളയെ പറ്റിയുള്ള വാർത്തകളൊന്നും അങ്ങനെ പുറത്തു വന്നിരുന്നില്ല. അല്ലെങ്കിൽ അത്രത്തോളം ശ്രദ്ധിക്കപ്പെടുന്ന അത്രത്തോളം മൂല്യമുള്ള വസ്തുക്കൾ കടത്തിക്കൊണ്ടു പോകുന്ന മോഷണ പരമ്പരകളും രാജ്യത്ത് അരങ്ങേറിയിട്ട് കുറച്ചധികം നാളുകളായി. ഇപ്പോൾ ശാരിക നമ്മളെല്ലാം വളരെയധികം സ്തബ്ധരാക്കിക്കൊണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്ക് മോഷണങ്ങളിൽ ഒന്നായി കർണാടകയിലെ വിജയപുരയിലെ കനറ ബാങ്കിലെ മോഷണം മാറുകയാണ്. ഏകദേശം 53 കോടിക്കടുത്ത് 59 കോടിക്കടുത്ത് മൂല്യമുള്ള 53 കിലോ സ്വർണം. അതുമാത്രമല്ല ഏകദേശം 5.25 ലക്ഷം രൂപയും കൊണ്ടുപോയിരിക്കുന്നു കള്ളന്മാർ. കണ്ടായിരുന്നു വാർത്ത കേട്ടു. ശരിക്കും പറഞ്ഞാൽ ഞാനത് കേട്ടപ്പോൾ ഞാൻ ഒരു കുറേ നാളായല്ലോ ഇതിപ്പോൾ മണി ഹേസ്റ്റ് പരമ്പര പോലെ ഒരു അടാറ് സ്വർണ്ണ അല്ല ബാങ്ക് കൊള്ളയായി പോയത്, ബാങ്ക് മോഷണം. കാരണം എനിക്കൊന്ന് കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് തോന്നുന്നു ഇതുപോലെ ബാംഗ്ലൂരിലോ ഏതൊക്കെയോ മുത്തൂറ്റിൻ്റെ സ്ഥാപനങ്ങളിലൊക്കെ ഇങ്ങനെ മോഷണം നടത്തിയെന്നൊക്കെ ആയിട്ട് വാർത്തകൾ വന്നിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലെ ATM തൃശ്ശൂര് കഴിഞ്ഞ വർഷം ATM കവർച്ച, ഏതാണ്ട് 65 ലക്ഷത്തിന്റെ ATM കവർച്ചകൾ, അത് പക്ഷെ അപ്പൊ തന്നെ ചേസ് ചെയ്തൊക്കെ പിടിക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ബാങ്ക് ഇങ്ങനെ ഒരു കവർച്ച, അതായത് ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലൊരു 52-53 കോടി, അതായത് 60 കോടിക്ക് അടുത്തുള്ള മൂല്യമുള്ള സ്വർണവും 5.5 ലക്ഷം രൂപയും കൊണ്ടുപോയതിനേക്കാൾ കൂടുതൽ അത് എന്നെ ഷോക്കാക്കിയത് അത് ഒരിക്കലും ഒരു ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല എന്നുള്ളതാണ്. അത് അവിടെ പൂട്ട് തകർത്തിട്ടില്ല, വാതിൽ പൊളിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അവിടെ ബാങ്കുകാർ അതിനെക്കുറിച്ച് ഒരു കണക്കെടുക്കാൻ വന്നപ്പോൾ മാത്രമാണ് ഇത്രയധികം സ്വർണം അവിടെ നഷ്ടപ്പെട്ടതായിട്ട് അറിയപ്പെടുന്നതെന്ന് പോലും. അതുമാത്രമല്ല അതിന് വലിയൊരു ഷോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ താക്കോൽ വെച്ചിട്ടാണ് ലോക്കറൊക്കെ തുറന്നിരിക്കുന്നത്. ഒന്നും ഒരു ഡ്രില്ലിങ്ങോ അല്ലെങ്കിൽ ഒരു ലേസർ ഉപകരണങ്ങളോ ഒന്നും ഒരു ഉപയോഗിച്ചിട്ടില്ല. എത്ര മനോഹരമായ ആചാരങ്ങളല്ലേ ജയ്. എന്തായാലും വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു കേട്ടോ. ഇതിപ്പോ ഏറ്റവും കൂടുതൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ കുഴയ്ക്കുന്ന ഒരു കാര്യം, ഈ ബാങ്കിൽ നിന്ന് കൃത്യമായ ഒരു സപ്പോർട്ട് ഒന്നുകിൽ ഒരാൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ സ്റ്റാഫുകളുടെ സപ്പോർട്ട് ഈ മോഷ്ടാക്കൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഏകദേശം പൂർണ്ണമായിട്ട് ഉറപ്പിക്കുകയാണ്. അതിലേക്ക് എത്തുന്ന ലീഡുകളൊന്നും നമ്മളിപ്പോൾ ഈ ചർച്ച എടുക്കുന്ന ഈ നിമിഷത്തിൽ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ആ പ്രതികളെ ഇതുവരെ പിടികൂടില്ല. പക്ഷെ ഒരു പക്ഷേ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രതികളെ പിടികൂടിയെന്നിരിക്കാം. എന്താണെങ്കിലും പ്രതികൾ ആരാണെന്ന് അറിയാനായിട്ട് വലിയൊരു കൗതുകമുണ്ട് കേട്ടോ. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും വലിയൊരു കൗതുകമുണ്ട്. എനിക്ക് ധൂം 2 ഒക്കെ പഴയ സിനിമയൊക്കെ ബോളിവുഡ് സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് കള്ളന്മാരെ നായകനാക്കിയിട്ടുള്ള സിനിമകളൊക്കെ അത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് തോന്നി അത് ഇറങ്ങിയത്. അന്ന് അവരുടെ ഒരു ആരാധനയൊക്കെ നമുക്ക് തോന്നും. തെറ്റാണ് ചെയ്യുന്നത്. മണി ഹേസ്റ്റിലൊക്കെ അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ടും. അതൊരു സീരീസ് ആണ്. അപ്പൊ അത് ഈ പറയുന്ന പോലെ നമ്മൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ ആൾക്കാർ കുത്തിയിരുന്ന് കാണുമ്പോൾ റോബേഴ്സിനോടുള്ള ഒരു ആരാധക, റോബിൻ ഹുഡ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ മലയാളത്തിലും അങ്ങനെ സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ബാങ്ക് ഓർക്കുന്നുണ്ട്, പൃഥ്വിരാജിന്റെ അതെ ആ സിനിമകളൊക്കെ. അപ്പോൾ ഇപ്പൊ അതിനെ ഒന്ന് ഓർപ്പിക്കുന്ന തരത്തിൽ ഒരു ഭയങ്കര ഡിജിറ്റലി ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, എനിക്കൊന്ന് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകാതെ അത്രയും ബുദ്ധിയുള്ള ആൾക്കാരാണ്. തീർച്ചയായിട്ടും പറഞ്ഞ കണക്ക് ബാങ്കിലൊക്കെ അത്ര ഹൈ സെക്യൂരിറ്റി ഉള്ള ഒരു ഏരിയയാണ്. സ്വാഭാവികമായിട്ടും CCTV ക്യാമറകൾ പോലും ഈ കള്ളന്മാരില്ലേ, നമ്മൾ ഉറങ്ങുന്നതും കിടക്കുന്നതും നടക്കുന്നതും CCTVയുടെ താഴെയാ, CCTVയുടെ മൂക്കിന്റെ തുമ്പത്ത്. എന്നിട്ട് ഇവര് കൊള്ളയടിക്കുന്ന ദിവസങ്ങളിൽ മാത്രം CCTV വർക്ക് ചെയ്ത് CCTV കൃത്യമായിട്ട് ഓഫ് ചെയ്ത് വെച്ചിരുന്നു. ഇതിന്റെ കാര്യം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച ഈ 3 ദിവസം ബാങ്കുകൾ അവധിയായിരുന്നു. ഈ ബാങ്കുകൾ അവധി ഉണ്ടായിരുന്ന ഈ 3 ദിവസങ്ങളിൽ ഘട്ടം ഘട്ടമായിട്ട് ഇവർ ഇത് കൊണ്ടുപോയത്. കാര്യം ഇത് ചെറിയൊരു തുകയോ ചെറിയ സ്വർണ്ണമോ അല്ലല്ലോ. 53 കിലോ സ്വർണവും ഏതാണ്ട് 59 കോടി മതിപ്പ് വരുന്ന 53 കിലോ സ്വർണം, 5.25 ലക്ഷം രൂപയുമാണ് തട്ടിയെടുത്തത്. ചെറിയ കാര്യമാണ്. ഒരു വിജയവാഡയിലെ അത്ര വലുതല്ലാത്ത ഒരു ബ്രാഞ്ചിൽ ഇത്രയധികം സ്വർണവും പണവും ഉണ്ടെന്ന് അറിയുന്നതും വലിയൊരു നമുക്ക് അറിയില്ല. സ്വാഭാവികമായിട്ടും വലിയ ബ്രാഞ്ചുകളിലൊക്കെയാണ് നമ്മളിത് ഇത്രയും കേട്ടിട്ടുള്ളത്. ചെറിയ ബ്രാഞ്ചുകളിലൊക്കെ ലോക്കറിന്റെ അവൈലബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പോഴൊക്കെ നിക്ഷേപം ഉണ്ടാവാൻ ചില സ്മോൾ ബ്രാഞ്ചസിലൊക്കെ, SBIയുടെ ഒക്കെ സ്മോൾ ബ്രാഞ്ചസിലൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാനറ ബാങ്കിനെ സംബന്ധിച്ച് നമുക്കറിയാം, വർഷങ്ങൾ പഴക്കമുള്ള ഒരു ബാങ്കാണ് ഈ കാനറ ബാങ്ക്. നമ്മുടെ നാട്ടിലൊക്കെ വളരെ പ്രശസ്തരായിട്ടുള്ള സാധാരണക്കാരായ ആൾക്കാർ വന്ന് പണമൊക്കെ നിക്ഷേപിക്കുന്ന ഒരു ബാങ്കാണ്. ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബാങ്കാണ് കാനറ ബാങ്ക്. ഇപ്പോഴും നമ്മുടെ നാട്ടിലും നമ്മുടെ കേരളത്തിലും ഒക്കെ വലിയ പോപ്പുലർ തന്നെയാണ്. കാര്യം അവർക്ക് വലിയ സർവീസ് ചാർജസ് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചാർജസ് ആണ് അവർക്കുള്ളത്. അപ്പൊ അവരുടെ ഒരു ബാങ്ക് ശാഖയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു വലിയ ഒരു ഈ പറയുന്ന മോഷണം നടക്കുക എന്ന് പറയുന്നത് സിനിമകളെ വെല്ലുന്ന തരത്തിലുള്ള ഒരു മോഷണം നടക്കുക എന്ന് പറഞ്ഞാൽ അത്രയും വെൽ പ്ലാൻഡ് ആയിട്ടാണ് നടന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇതിനു മുമ്പ് ബാങ്കിന്റെ താഴെ റൂം എടുത്തുകൊണ്ട് പിന്നെ മുകളിൽ ഈ മറ്റേ അങ്ങനെ ഒരു സിനിമയൊക്കെ ഇറങ്ങി ഒരു സംഭവത്തെ ആസ്പദമാക്കിയിട്ട്, ഏത് ബാങ്കിന്റെ കവർച്ചയാണ് ഞാൻ ഓർക്കുന്നില്ല, കോഴിക്കോടത്തെ ഏതൊരു ബാങ്കിന്റെ ഒരു കവർച്ചയാണ്. അത് വലിയ കവർച്ച. പ്രമാദമായ ഒരു കേസ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. തുരന്ന് സമീപത്തെ ഒരു സ്ഥലത്ത് തുരങ്കമുണ്ടാക്കി ഈ ബാങ്കിന്റെ ബാങ്കിന്റെ മുകളിലാണ് ബാങ്ക്. അവർ താഴെ മറ്റേ ടെക്സ്റ്റൈൽസോ ബേക്കറി എന്ന് പറഞ്ഞ ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ട് അതിന്റെ പണിയാന്നും പറഞ്ഞ് മേളിൽ തുരന്ന് ലോക്കറിന്റെ താഴെ ഭാഗം തുരന്ന് കയറി അങ്ങനെ വലിയ കുറച്ച് കാശൊക്കെ കൊണ്ടുപോയ ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും മാരകമായി ഈ ഒരു സംഭവം. പിന്നെ ഇതിനകത്ത് എന്തോ ഒരു ഫർണിച്ചർ, അതായത് ഇവര് കഴിഞ്ഞ 1 മാസമായിട്ട് ബീഹാറിൽ നിന്നുള്ള ഒരു സംഘം
അവിടുത്തെ ഫർണിച്ചർ മെയിൻറ്റെയിനിങ്ങും ഫർണിച്ചർ ഉണ്ടാക്കാനൊക്കെ ആയിട്ടുള്ള കാര്യമായിട്ട് ഏതാണ്ട് 1 മാസത്തോളം ബാങ്കിനെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരിലേക്കാണ് ഇപ്പോൾ സംശയം എത്തുന്നത്. കാര്യം ബാങ്കിൻ്റെ കൃത്യമായിട്ടുള്ള എവിടൊക്കെയാണ് റൂമുകൾ, അല്ലെങ്കിൽ എവിടെയാണ് ലോക്കർ, എവിടെയാണ് CCTV ഉള്ളതെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ആളുകളാണ്. അത് വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തേക്കുന്ന റോബറിയാണ്. കാര്യം ഇവർക്ക് നമ്മുടെ ബാങ്കുകളിലെല്ലാം ആന്റി തെഫ്റ്റ് അലാറം ഉണ്ടല്ലോ. ലോക്കറുകൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അലാറം അടിക്കും. നമ്മുടെ കാറുകളിലുള്ളതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഫോം. അപ്പോൾ ഈ അലാറം ഈ സ്വാഭാവികമായിട്ടും നൈറ്റ് ഇതിലാണ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈം വരെയാണ് അത് ആക്ടിവേറ്റ് ആക്കി വെച്ചിരിക്കുന്ന ഒരു സെറ്റിംഗ്സ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇതുവരെന്ത് ചെയ്തു? ഇവരുടെ ഡേ മോഡിലേക്ക് മാറ്റി. ഇവരുത് സ്വാഭാവികമായിട്ട് ഇവരുടെ കവർച്ച രാത്രി നടത്തണം എന്നുള്ള ആസൂത്രണം ചെയ്തതിന്റെ ഭാഗമായിട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് വളരെ ടെക്നിക്കലി വളരെ നോളജ് ഉള്ള ഹൈടെക് കള്ളന്മാരെന്നൊക്കെ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് പറയാറില്ല. അതൊക്കെ കൃത്യമായിട്ട് തന്നെ ഇതിന്റെ ടെക്നോളജീസും അതിന്റെ ലൂപ്പ് ഹോൾസും ഒക്കെ അറിയുന്ന ആൾക്കാരാണ്. എന്തായാലും ശാരിക്ക് തോന്നുന്നുണ്ട് ഈ ബാങ്കിനകത്ത് ആൾക്കാരുടെ ആരെങ്കിലും ഹെൽപ്പ്? തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം പണ്ട് ഈ സഹകരണ ബാങ്കുകളിലേക്ക് അഴിമതി നടന്നത്, കരിവന്നൂർ സഹകരണ ബാങ്കിലേക്ക് 100-300 കോടിയുടെ അഴിമതി നടക്കുന്നത് അത് മോഷ്ടിച്ചുകൊണ്ട് കള്ളന്മാർ കൊണ്ടുപോയതല്ല, സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയത്. അത് പക്ഷേ അത് അഴിമതിയായിരുന്നു. പക്ഷെ ഇത് പുറത്തേക്ക് കടത്താൻ സഹായിച്ചു. ഉറപ്പായിട്ടും ഈ ബാങ്കിലെ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റാഫിന് അല്ലെങ്കിൽ സ്റ്റാഫുകൾക്ക് ഇതിൽ കൈയുണ്ടെന്ന് തന്നെയാണ് നമ്മുടെ ഒരു നിഗമനം. നമുക്ക് ഉറപ്പിച്ച് പറയുന്നില്ല, പക്ഷെ എന്നുള്ള നിഗമനം. അല്ലാതെ എങ്ങനെയാണ് ഇത്ര ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്? ഒരു ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള സാധാരണ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയല്ല. അവിടുത്തെ സ്റ്റാഫിനാണ് അവിടെ എല്ലാത്തിലും അവർക്ക് പാസ്വേഡും ലോക്കും അത്രയ്ക്ക് സുരക്ഷിതമാണ്. പ്രത്യേകിച്ചും കാനറ ബാങ്ക് പോലെ, SBI പോലെ, ഫെഡറൽ ബാങ്ക് പോലെയുള്ള ബാങ്കുകൾക്ക് എല്ലായ്പ്പോഴും, നാഷണൽ ബാങ്കുകൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒന്നാമത്തെ കാര്യം ഇനിയിപ്പോൾ മറ്റേ ഫിഷിങ്ങും അതുപോലെ മറ്റേ നമ്മുടെ എന്താ പറയുന്നത് ലിങ്ക് തന്നിട്ട് തട്ടിപ്പുകളും കാര്യങ്ങളും ഒക്കെ ഒത്തിരി സൈബർ തട്ടിപ്പുകൾ നടക്കുന്നതുകൊണ്ട് തന്നെ സൈബർ ലോകത്ത് ഭയങ്കരമായിട്ടുള്ള സുരക്ഷിതത്വമാണ് ബാങ്കുകൾ കൊടുക്കുന്നത്. അപ്പോൾ സ്വന്തം അപ്പോൾ ഫിസിക്കൽ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും സ്വന്തം ബാങ്കുകളിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ബാങ്കിന്റെ ഒരു ഓഫീസിൽ എന്തായിരിക്കും അവസ്ഥ? അതിലും വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ആയിരിക്കും അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവുക. എന്നിട്ട് അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് ഒരാളെ അറിയിക്കാതെ, പൂച്ചക്കുഞ്ഞിനെ പോലും അറിയിക്കാതെ മൊത്തം കടത്തിക്കൊണ്ട് പോയപ്പോഴാണ് ഇത് ലോകം അറിഞ്ഞു നോക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ സെക്യൂരിറ്റിയെ കുറിച്ച് ഓർത്ത് സത്യം തലകുനിഞ്ഞു പോവാണ്. കാരണം ആൾക്കാരുടെ കാശല്ലേ ഈ പോകുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കണക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കും ഒരുപക്ഷെ അവിടെ ഈ ഇത്രയും വലിയ മതിപ്പുള്ള, ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ 53 കോടിയുടെ മതിപ്പുള്ള സ്വർണ്ണമാണ്. അത് 1-2 ആൾക്കാർ നിക്ഷേപിച്ച അത്രയും വരില്ലല്ലോ. ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ സമ്പാദ്യവും ജീവനും അവരുടെ ആഗ്രഹങ്ങളും ഒക്കെയാണ് കടത്തിക്കൊണ്ട് പോകപ്പെട്ടത്. പക്ഷേ ശാരിക, ഇങ്ങനത്തുള്ള ക്രൈമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ, അതും രാജ്യത്തെ നമ്മൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ബാങ്ക് റോബറിയാണ്, ചെറിയ കാര്യമല്ല. ഇനിയും ആൾക്കാർ ഈ പറഞ്ഞ പോലെ ബാങ്കിനെയൊക്കെ എന്ത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള ചോദ്യം വലുതാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ വീട്ടിലിരിക്കുന്നതിനെക്കാട്ടി സേഫ് ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് ചെറിയൊരു തുക ഇതിന്റെ ഈ ആനുവൽ മെയിൻ്റനൻസ് ആണെങ്കിലും മന്ത്ലി മെയിൻ്റനൻസ് ആണ് നമ്മൾ കൊടുക്കണം. എങ്കിൽ പോലും ഇത് സേഫ് ആയിട്ട് ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നെ കൊന്നിട്ട് ആരും ഇത് എടുത്തോണ്ട് കൊണ്ടുപോകണ്ടല്ലോ. എൻ്റെ ജീവനും എൻ്റെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വർണവും സമ്പാദ്യവും ഒക്കെ സേഫ് ആയിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ബാങ്ക് ലോക്കറിലൊക്കെ നമ്മുടെ ഒരു ചെറിയ തുകയാവട്ടെ വലിയ തുകയാവട്ടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ ഒരു വിശ്വാസം കൂടിയാണ് ബ്രേക്ക് ചെയ്യപ്പെട്ടത്. അതെ, തീർച്ചയായിട്ടും. കാരണം ഇനിയിപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യും? ഈ സ്വർണ്ണമൊക്കെ കൊണ്ട് ജനങ്ങൾ എവിടെ വെക്കും എന്നൊരു ചോദ്യചിഹ്നമാവുകയാണ്. ബാങ്കുകൾ ശരിയാണ്, അവർ പറയുന്നുണ്ട് മോഷണം പോയി കഴിഞ്ഞാൽ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്ന് കിട്ടും എപ്പോൾ കിട്ടും എന്ന് ഉറപ്പൊന്നുമില്ല ആൾക്കാർക്ക്. അപ്പോൾ ബാങ്കുകാരാണെങ്കിലും പറയും നിങ്ങളുടെ സ്വന്തം റിസ്കിലാണ് ഇവിടെ നമ്മൾ ഇങ്ങനെ താക്കോലും കാര്യങ്ങളൊക്കെ കേൾപ്പിക്കുന്നത് പറഞ്ഞാൽ ഒരു മോഷണം സംഭവിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ലോക്കർ ഫെസിലിറ്റി അവൈലബിൾ ആക്കുന്നത്? അങ്ങനെ അവർക്ക് ഒരു സെക്യൂരിറ്റി നമുക്ക് തരാൻ പറ്റില്ലെങ്കിൽ പിന്നെ ബാങ്ക് ലോക്കർ വെക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ലോക്കർ പിന്നെ പണയ സ്വർണ്ണങ്ങളുണ്ടല്ലോ, ബാങ്ക് ഏറ്റെടുക്കേണ്ട ഒരു മോറൽ ബാധ്യതയുണ്ട്. കാരണം ഈ പറയുന്നത് ഇപ്പം എല്ലാ ബാങ്കുകളും പരസ്യം നടത്തുന്നത് സ്വർണം ഗോൾഡ് ലോൺ വെച്ചിട്ടാണ്. ആരും മറ്റേ ലോൺ അല്ല കൊടുക്കുന്നത്. ഇത് കാർഷിക ലോണോ അല്ലെങ്കിൽ മറ്റേ ബിൽഡിംഗ് ലോണുകളോ ഒന്നും അല്ല, ലോൺ അഗേൻസ്റ്റ് ഗോൾഡ് ആണ് കൂടുതലും കൊടുക്കുന്നത്. കാരണം ഗോൾഡിന് അത്രയും വിലയുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാവരും കൂടുതലും എനിക്ക് തോന്നുന്നു ലോക്കറിൽ നിന്നുള്ള സ്വർണ്ണം പോയിട്ടുണ്ടാവുക, ഇങ്ങനെ ഗോൾഡ് പണയം വെച്ചിട്ടുള്ള സ്വർണ്ണങ്ങളായിരിക്കും കൂടുതൽ പോയിട്ടുണ്ടാവുക. അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും ബാങ്ക് എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു ജീവിതത്തിന്റെ ഒരു പ്രതീക്ഷയുടെ ഒരു പ്രതീകമാണ്. ബാങ്ക് സേവിങ്സിന്റെ ആയാലും ഇപ്പൊ ലോൺ എടുത്തിട്ടായാലും എന്ത് തന്നെയായാലും ബാങ്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യൂലേ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എങ്ങനെ സർവൈവ് ചെയ്യുന്ന ലൈഫിന്റെ ഓരോ പുരോഗതിയുടെ ഘട്ടങ്ങളിലും സമർത്ഥമായിട്ട് പണം വിനിയോഗിക്കാനും വളർത്താനും അറിയാവുന്ന ആൾക്കാർ ആശ്രയിക്കുന്ന ബാങ്കിനെ തന്നെ. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ബാങ്കിന് ഇത്രയും സുരക്ഷിതത്വം ഇല്ലായ്മ വരുന്നതിനൊരു കാരണം ബാങ്കുകാരുടെ ടെക്നിക്കൽ ടീംസിന് ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ അതോ അതുക്കും മേലെ കള്ളന്മാർ വളർന്നുകൊണ്ടാണോ എന്ന് ചോദിക്കേണ്ടത് സത്യത്തിൽ അന്വേഷിക്കേണ്ടത് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. കാരണം ഇത്രയൊന്നും സുരക്ഷിതത്വം പോരാ എന്ന് പിന്നെയും വിളിച്ചറിയിക്കുകയാണ് ഓരോ കൊള്ള സംഘങ്ങളും നമ്മളെ, അല്ലെങ്കിൽ ഓരോ തെഫ്റ്റുകളും നമ്മളെ അറിയിക്കുന്നത് സുരക്ഷിതയൊന്നും പോരാ, ഇത് നിങ്ങൾ
ഇത് ബ്രേക്ക് ചെയ്ത് ഇതിനപ്പുറം നിങ്ങൾ പോയേ പറ്റൂ എന്നുള്ളതാണ്. ഇന്റർനാഷണൽ സെക്യൂരിറ്റികളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം നമ്മളൊരു ഡെവലപ്പിംഗ് കൺട്രിയാന്ന് പറഞ്ഞാലും ആൾക്കാരുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശ്. നമ്മുടെ ഒരു ഇതനുസരിച്ച് ലോകത്തിലുള്ള ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഇരിക്കുന്ന ഇന്ത്യക്കാരുടെ കൈകളാണെന്നാണ് പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരിരിക്കുന്ന രാജ്യം ഇന്ത്യ തന്നെയാണ്. ഇന്ത്യയിലെ സ്ത്രീകളാണെന്നാണ് പറയപ്പെടുന്നത്, മറ്റേ സർവേ അനുസരിച്ച് പറയുന്നത്. ഏറ്റവും കൂടുതൽ അവർക്ക് ആഭിമുഖ്യമുള്ളതും വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ്. അതെ, അതുകൊണ്ട് തന്നെ ആ ഇൻവെസ്റ്റ്മെന്റ് പല പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് പല ബാങ്കുകളിലും മില്യൺസ് ഓഫ് സ്വർണ്ണങ്ങൾ ഇരിപ്പുണ്ടാവും. അപ്പോൾ അതിലെ അപ്പോൾ തന്നെ ബാങ്കുകൾക്ക് ഏറ്റവും അധികം സുരക്ഷിതത്വം ഉത്തരവാദിത്വം കൊടുക്കേണ്ടത് സർക്കാരാണ്. സർക്കാർ അല്ലെങ്കിൽ ആരാണോ അതിന്റെ ഏജൻസികൾ അവർ കൊടുത്തേ മതിയാവും. ഇനിയും കള്ളന്മാര് കൂടുതൽ ഡെവലപ്പ് ആകത്തേ ഉള്ളൂ. ഇത് ചെയ്യാമെങ്കിൽ ഇതിന് പിടിക്കപ്പെടുമെന്ന് പോലും ഉറപ്പില്ല. ചെയ്യല്ലേ, ഇത് ഇവരെ കിട്ടുമെന്ന് തന്നെ നമുക്ക് ഉറപ്പില്ല. എത്ര വലിയ മോഷണം നടത്തിയ കള്ളന്മാരാണെങ്കിൽ കക്കാൻ അറിയാമെങ്കിൽ നിൽക്കാൻ അറിയുന്ന കള്ളന്മാർ തന്നെ ആയിരിക്കും. പക്ഷെ ചരിത്രമാകും തീർച്ചയായിട്ടും. എന്തുകൊണ്ട് ശരിക്കും നമ്മൾ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്ന എത്രയും പെട്ടെന്ന് പ്രതികളെ പിടികൂടണം. അതിനോടൊപ്പം തന്നെ ആരെങ്കിലും ഇവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുള്ളതാണ്. അവരുടെ മോട്ടീവ് എന്തായിരുന്നു എന്നറിയണം. അല്ലെങ്കിൽ ആരെങ്കിലും ഒത്താശ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്തിനു വേണ്ടി സ്വന്തം അന്നം തന്ന സ്ഥാപനത്തിനെ ചതിച്ചു എന്നറിയണം. എന്തായാലും കൃത്യമായിട്ട് തന്നെ പോലീസിന് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. 3 ദിവസങ്ങളിലായിട്ട് കടത്തിക്കൊണ്ടുപോയത് 53 കോടി രൂപ വിലമതിക്കുന്ന അല്ലേ, ഏതാണ്ട് 53 കിലോയോളം വരുന്ന സ്വർണ്ണമാണ്. 5.25 ലക്ഷം രൂപയോളം പോയിട്ടുമുണ്ട്. വളരെ ആസൂത്രിതമായിട്ട് നടത്തിയ ഒരു ബാങ്ക് മോഷണമാണ്, അല്ലെങ്കിൽ ഇന്ത്യ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയാണ്. കൃത്യമായിട്ട് തന്നെ അതിൻ്റെ ഒറിജിനൽ താക്കോലുകൾ ഉപയോഗിച്ചാണ് ലോക്കറുകൾ തുറന്നിരിക്കുന്നത് എന്ന് പറയുന്നതായിരുന്നു നമ്മളെ ഏറ്റവും ഷോക്കാക്കിയ ഒരു കാര്യം. ലോക്കറുകൾ ബ്രേക്ക് ചെയ്തിട്ടില്ല, വലിയ ബലപ്രയോഗത്തിന് ലക്ഷണങ്ങളൊന്നും കണ്ടിട്ടില്ല. പ്രധാന വാതിൽ മാത്രം ഇത് കണക്ക് കട്ട് ചെയ്ത് അകത്ത് കയറി എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി എല്ലാ ആക്സസുകളും നടത്തിയിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ഒറിജിനൽ താക്കോലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആണ് എന്നുള്ളതാണ് ഇതുവരെയുള്ള അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. എന്തായാലും എത്രയും പെട്ടെന്ന് പ്രതികളെ പിടികൂടട്ടെ. ആരെങ്കിലും അവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹായിച്ച വ്യക്തിയുടെ മോട്ടീവ് എന്താണെന്നുള്ള കാര്യവും നമ്മുടെ അന്വേഷണ സംഘത്തിന് പെട്ടെന്ന് തന്നെ തെളിയിക്കാനാകട്ടെ.